മാമാ ഒരു കാശ് തരുമോ മുട്ടായി വാങ്ങാൻ? കൊട്ടായി തിന്നൊന്നും ഇരിക്കണമില്ലേ നാശം. എന്ത് നാശോടെ നിനക്ക് കൊച്ചിനെ കൊണ്ട്? ഇത്ര കണ്ണിച്ചൂരി ഇല്ലാത്തവൻ അയലോടാ നീ. അതെ, ഞാൻ കണ്ണിച്ചോറി ഇല്ലാത്തനാ. അതുകൊണ്ടാണല്ലോ നിനക്ക് 3 നേരം ഉരുട്ടി വീഴാൻ കിട്ടുന്നത്. നീ എന്തിനാ അവളോട് എപ്പോഴും ഇങ്ങനെ തട്ടി കയറുന്നത്? അല്ലേ, അവള് പറയണ കേട്ടില്ലേ ഞാൻ കണ്ണിച്ചോറി ഇല്ലാത്തനാണെന്ന്. ഞാൻ ഇങ്ങനെ തന്നെ കേൾക്കണം. എടാ രവി, അവക്കൊരു നല്ല സാരി വാങ്ങി കൊടുക്കടാ. നിന്റെ ഉടപ്പുറന്നോളല്ലേടാ. അവളിങ്ങനെ കീറിയും തുന്നിയത് ഇട്ടുകൊണ്ട് നടക്കണം നീ കാണില്ലേ? കെട്ടിച്ച് വിട്ടതല്ലേ, കെട്ടിയവരോട് വഴക്കിട്ട് വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അവക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്ക്, അവള് പൊക്കോളും. ഞാൻ ഇവിടുന്ന് കൊടുക്കാനാ? നീ ഉള്ള കാശ് മുഴുവൻ എണ്ണിപ്പെറുക്കി ബാങ്കിൽ കൊണ്ടിട്ടിട്ട് എന്താ കാര്യം? ഓരോ ഭാരം ഒഴിവാക്കണ്ടേ? എനിക്ക് എന്റെ നിലനിൽപ്പ് നോക്കണം. ഭാരം ഒഴിക്കാൻ അച്ഛനോ പറ. ഉണ്ടായിരുന്നൊക്കെ അടിച്ചു പൊളിച്ച് പൊടിവരാക്കി ഓർത്തില്ലേ നമുക്കുണ്ടെന്ന്. എല്ലാ ഭാരം കൂടെ എന്റെ നിലക്കെട്ട് വെച്ച് ഞാനെന്ത് ചെയ്യാനാ? രാവിലെ കഞ്ഞില്ലാതെ വേറൊന്നും ഉണ്ടാക്കില്ലേടി? നെയ്ച്ചോറും കോഴിയിറച്ചിയുണ്ട്. എന്താ കഞ്ഞി തൊണ്ടാൻ ഇറങ്ങുന്നില്ലേ? കഞ്ഞിയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. ശ്രീധരേട്ടാ, ഞാൻ ശ്രീധരേട്ടൻ കാണാൻ അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. അമ്മയാണ് സത്യം. എനിക്ക് ശ്രീധരേട്ടനോട് എല്ലാം തുറന്ന് സംസാരിക്കണം. എന്റെ ശ്രീധരേട്ടാ, അമ്മയാണ്, എന്റെ അമ്മയാണ് സത്യം. ശ്രീധരേട്ടൻ വിചാരിക്കുന്നതല്ല, ഞാൻ അവളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. കല്യാണം കഴിക്കും. നിന്റെ സ്നേഹമൊക്കെ എനിക്കറിയാം. പല പെണ്ണുങ്ങളെ നീ സ്നേഹിച്ചിട്ടുണ്ടല്ലോ. ഇതതുപോലല്ല. മറ്റാരടുത്തും ഞാൻ നുണ പറയും. ശ്രീധരേട്ടനോ നുണ പറയൂ? എനിക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി തന്നെയാണ് ശ്രീധരേട്ടൻ. എനിക്കെന്റെ സ്വന്തം ഏട്ടനെ പോലെയാ. വേണ്ട, സോപ്പിടണ്ട. ആ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുപോയപ്പോഴേ പറഞ്ഞതാ അവിടെ വളച്ചു കിടക്കരുത്. സ്നേഹിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ ശ്രീധരേട്ട? ഞാൻ അവനെ പുളിച്ച തെരുവിലെ വിളിച്ച് പറയും. സ്നേഹം ആളില്ലാത്തപ്പോ കുടുംബത്തിൽ ഉണ്ടാകുന്ന ആളാ സ്നേഹം. തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രായത്തിന്റെ. ശ്രീധരേട്ടനും പല തെറ്റുകളും ചെയ്യുന്നില്ലേ? ഏത് പെണ്ണാണ് ഞാൻ പറഞ്ഞ് മോഹിപ്പിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്? ഇത് തൊഴിലാക്കി ഇറങ്ങിയവരെ മാത്രമേ ശ്രീധരൻ തൊട്ടിട്ടുള്ളൂ. ഇഷ്ടം പോലെ കാശ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നീ ഇതിനെ കാണണേ? ഏയ്, ഒരിക്കലുമല്ല. ഇതിന്റെ പേരിൽ അവളുടെ കണ്ണീര് കണ്ട കഴുത്തിയാൻ വെട്ടും. വെട്ടിക്കോ. ശ്രീധരേട്ടൻ എന്നെ കൊന്നോ? ഞാൻ അതിനൊന്നും ഇടവരുത്തില്ല. ഞാൻ അവളെ കെട്ടും. എന്ന് നടത്താൻ കല്യാണം? എനിക്ക് ഇത്തിരി സമയം വേണം. എന്റെ കുടുംബത്തെ സ്ഥിതി ശ്രീധരേട്ടൻ അറിയാമല്ലോ. ആ ദുരിതത്തിനിടയിലേക്ക് രാത്രി കൂടി ഞാൻ കൊണ്ടുപോകണം. വേണ്ട, നിനക്ക് അവളുടെ വീട്ടിൽ താമസിക്കാൻ. അത് നിന്റെ പേർക്ക് ആക്കി തരാം. ഏയ്, അതൊന്നും വേണ്ട. അവളുടെ വീടും പറമ്പും കണ്ടിട്ടല്ലേ ഞാൻ അവളെ സ്നേഹിച്ചത്. എനിക്ക് ചില മോഹങ്ങളൊക്കെ ഉണ്ട്, ചില കണക്കുകൂട്ടുകൾ. എനിക്കൊരു ലോറി വാങ്ങണം, കാശുണ്ടാക്കണം. എന്റെ കുടുംബവും ഞാൻ തന്നെ നോക്കണ്ടേ? അതിന് കാശുണ്ടോ നിന്റെ കയ്യിൽ? ഉണ്ടാക്കും, എങ്ങനെങ്കിലും ഉണ്ടാക്കും. അതെന്റെ കൊച്ചുനാൾ എന്നുള്ള ആഗ്രഹം. അപ്പൊ അതുവരെ അവളെ കാത്തിരിക്കാനോ? അതിനധികം നാളൊന്നും വേണ്ട ശ്രീധരേട്ട. അധികം വൈകാതെ തന്നെ ഞാൻ അവളെ കെട്ടിക്കൊണ്ട് പോകും. ഉറപ്പാണോ? ഉറപ്പ്. ഞാൻ പിടിക്കണ വളയാണ് സത്യം. അടുത്തതിന്റെ സമയമായി. ഇനി ചോറുന്നുണ്ട. ഗുളിക ഒന്ന് വിശമാറും. ഒരു കുറ്റി പുട്ടുണ്ടാക്കാനുള്ള ഗുളികയുണ്ട്. ഇത് ഗുളിക അത് വെടിയുണ്ട്. വെള്ളം തരൂ അപ്പോ. നിറഞ്ഞു. എന്താ ഒരു മുഖം വല്ലാതിരിക്കണേ? ഞാൻ ഇന്നലെ മോൾക്ക് ശ്രദ്ധിക്കാം. മോളെ, അച്ഛൻ നല്ലൊരു ദിവസം നോക്കുക. മോളുടെ കല്യാണം കഴിഞ്ഞാൽ അച്ഛന് സ്വസ്ഥാവൂലോ. പറഞ്ഞപ്പോഴേക്കും വന്നൂലോ ആള്. നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണേ. ചിങ്ങത്തിൽ നല്ലൊരു മുഹൂർത്തമുണ്ട്. ഒരു ചടങ്ങ് അത്രേ വേണ്ടു. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് സദ്യ കൊടുത്ത് എന്നിട്ട് ഓരോന്നിനും കുറ്റം പറയിപ്പിക്കാൻ എനിക്കതിന് വയ്യ. എന്താ, നിനക്കതിന് വല്ലതും വേണമെന്നുണ്ടോ? ആശാനെ, അത് എന്താ? അല്ല, രാധയുടെ ഇഷ്ടം ആശാൻ ചോദിച്ചോ? അത് ചോദിക്കാണ്ടോ? അവൾക്ക് നിന്റെ ജീവനാ. അതെ, പക്ഷേ ആ ഇഷ്ടം എനിക്ക് അവളെന്റെ പെങ്ങളല്ലേ ആശാൻ. നിനക്കെന്താ പെട്ടെന്ന് നിന്നൊരു മനസ്സുമാറ്റം? അന്ന് ഞാൻ പറഞ്ഞപ്പോ നിന്റെ മുഖത്ത് ഞാൻ ഇങ്ങനെയല്ലോ മനസ്സിലാക്കിയത്. ശ്രീധരൻ ആശാന്റെ വാക്ക് കേട്ടില്ല എന്ന് പറയരുത്. അച്ഛന്റെ സ്നേഹം എനിക്ക് തന്നത് ആശാനാ. മരിക്കുന്നത് വരെ ദേവകിയടുത്ത് എനിക്ക് അമ്മ തന്നെയായിരുന്നു. അപ്പൊ അവളുടെ ചേട്ടനല്ലേ ഞാൻ. എന്നോട്
എന്നോട് വിഷമം തോന്നരുത്. സന്തോഷത്ര എനിക്ക്. നീ പറഞ്ഞു തന്നാലും ശരി. ഒരു മരുമോനെ എവിടുന്ന് കിട്ടും, പക്ഷേ ഒരു മോനെ കിട്ടും. എന്നാൽ ഈ പെങ്ങളുടെ കാര്യം ഏട്ടൻ തന്നെ തീരുമാനിച്ചോളൂ. നമുക്കത് ഉടനെ നടത്താം. ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആശാനെ സമ്മതിക്കണം. നീ കണ്ടുവച്ച ആളാണെങ്കിൽ പിന്നെ എനിക്കെന്താ എതിര്? ഞാൻ സമ്മതിച്ചിരിക്കണം. ആൾ ആരാണെന്ന് അറിയണ്ടേ? രവി. അപ്പനാവന്റെ മോനോ? ഛേ, നീ എന്ത് വിടുത്തരേ പറയണേ? അവൻ ആശാൻ വിചാരിക്കുന്ന പോലല്ല. ഒരു ഇത്തിരി വികൃതിത്തരം ഉണ്ടെന്നേ ഉള്ളൂ. പ്രായത്തിന്റെ എടുത്തേറ്റം കഴിയുമ്പോ ഒക്കെ ശരിയായിക്കൊള്ളും. കാഴ്ചയിൽ രാധയ്ക്ക് നല്ല ചേർച്ചയുണ്ട്. അവര് തമ്മില് ഇഷ്ടത്തിലുമാണ്. നിന്നെ തിരക്കി ഇടയ്ക്ക് അവരോട് വരുമ്പോഴേ എന്റെ മനസ്സ് തോന്നിയതാ, ഈ ഇഷ്ടം നടക്കാൻ പോലില്ല. രാധേ, എടി രാധേ. ആശാനെ, രാധയുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ അവസാനം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അച്ഛനെ നീ ചതിച്ചല്ലോടി. എന്താ ആശാനെ പറയുന്നേ? ഈ വികുടിയാത്ത ഇതുകൊണ്ടാണ് നിന്റെ മനസ്സ് മരുതല്ലേ? ഏയ്, അതൊന്നും നമുക്ക് ഇപ്പൊ ആലോചിക്കണ്ട. ഇതെപ്പോ നടത്താമെന്ന് ആലോചിക്കും. ഞാൻ ഒന്നിനുമില്ല. നീ ആലോചിക്കുക, നടത്തുക, എന്ത് വേണം ചെയ്തു. ഇനി ഇങ്ങനെ കരയണമെന്തിനാ? അച്ഛനെ കൊണ്ട് എല്ലാം സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഏട്ടന് ഒരു കാര്യം പറയാനുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്തിത്തരാൻ നോക്കാം. പക്ഷേ അതിനു മുമ്പ് ചീത്തപ്പേര് കേൾപ്പിക്കരുത്. അച്ഛൻ ചിലപ്പോൾ എന്തെങ്കിലുമോ പറഞ്ഞിരിക്കും. കാര്യമാക്കില്ല. സന്തോഷമായല്ലോ. പോട്ടെ. ശേഖരേട്ടാ, എന്നെ വെറുക്കരുത്. നിന്നെ വെറുക്കാൻ എനിക്ക് പറ്റൂടി. സമാധാനമായിട്ടില്ല. അത് ശരി, ഇത്ര നേരം വടി വിഴുങ്ങിയ മാതിരി ഇവിടെ കാത്തു നിന്നിട്ട് കാണാത്ത മാതി പോവാ? ആരെങ്കിലും കാണില്ല കേട്ടാ. അത് കൊള്ളാം. 1.5 കൊല്ലം ഈ നാട്ടുകാർ മുഴുവൻ പേടിച്ചു വരും. ഇപ്പൊ കല്യാണം നിശ്ചയിച്ചു. ഇനിയും പേടിക്കണം. ഇത്ര പെട്ടെന്ന് എല്ലാം നേരെയാകുമെന്ന് വിചാരിച്ചല്ല. എന്റെ പ്രാർത്ഥനയുടെ ഫല. പ്രാർത്ഥന. ഇടത്തെ ചെവിയിൽ ഇപ്പോഴും വണ്ട് മൂളുന്ന പോലെയാ ശ്രീധരേട്ടന്റെ അടി. അപ്പൊ എന്റെ സ്ഥിതിയോ? മരിച്ചാൽ മതിയും തോന്നി. ശ്രീധരേട്ടനും കുഞ്ഞാലിക്കയുടെ മുഖത്ത് നോക്കാൻ പറ്റിയില്ല എനിക്ക്. നീ ഇനി എങ്ങനെ ആരുടെ മുഖത്ത് നോക്കാൻ പോകണ്ട. ഈ മുഖത്ത് മാത്രം നോക്കിയാൽ മതി. രവിയുടെ അച്ഛനോട് അമ്മയോട് പറഞ്ഞു? ഇല്ല, പറയണം. നിന്റെ അച്ഛനും എന്റെ അച്ഛനും തമ്മിൽ ചേരാനാ ബുദ്ധിമുട്ട്. നിന്റെ അച്ഛന് മനുഷ്യനെ ആസാക്കണ വേറെ വർത്താനമുണ്ട്. എന്റെ അച്ഛനാണെങ്കിലോ ഭൂമിയിലുമല്ല സ്വർഗത്തിലുമല്ല എന്നൊരു മട്ട. കുറെ നുണ പറയേണ്ടി വരും. വെറുതെ ഇല്ല ആളുകൾ വിളിക്കുന്നത്. എന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച്? നീ ഇവിടെ കിടന്ന് ലവ് സീനാണല്ലേ? ഞാൻ ഉള്ളിടത്ത് അന്വേഷിച്ചല്ല കാണൂ. അല്ലാതെ അമേരിക്കയിൽ ഇംഗ്ലണ്ടിൽ പോയി കറങ്ങിയാ കാണോ? മതി മതി. അപ്പൊ അങ്ങോട്ട് കയറാൻ എന്നെ ശ്രീധരേട്ടൻ കാത്തിക്കുണ്ട്. എന്തിനാ? എന്റെ ഭംഗിയുണ്ട് എന്നൊന്ന് കാണാനേ. കാണായിട്ട് ഉറക്കത്തില്ല. നിന്റെ പൊന്നു മോളെ ഇതിന് നല്ല മൂക്കാരിട്ട് പിടിച്ചോണ്ടി. അല്പം വിഷമുള്ള ജാതിയാ. അങ്ങോട്ട് കയറുന്നു. നിങ്ങൾ എന്ത് മനുഷ്യനാ കുഞ്ഞാലിക്ക? എനിക്ക് എന്റെ പെണ്ണിനോട് ഒരു കൊച്ചു വർത്താനം പോലും പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലോ. അങ്ങോട്ട് മാറിന്നേ, ഞാനിപ്പോ വരാം. ഞാൻ നാളെ വണ്ടിയിൽ പോകും. അടുത്ത ആഴ്ച വരും. ഒരാഴ്ച കാണാണ്ടിരുന്ന എനിക്ക് എന്ത് വിഷമാണെന്ന്. നാട്ടിൽ പണിയെടുക്കണ നല്ലത്. എന്താ നോക്കത്ത്? എന്താ ഇവിടെ പോകുന്നിരിക്കാൻ. വീടില്ലേ? അയ്യോ ഇല്ലല്ലേ. നന്നായി.
മീശ പറഞ്ഞു പോടാ. എപ്പോഴാ വന്നത്? 4-5 മണിക്കൂറായി വന്നിട്ട്. ഞാൻ ഇന്നലെ രാത്രി വന്നു പെട്ടതാ. എവിടേക്കാ ലോഡ്? പൂനെക്ക്. അതെ, നമ്മുടെ തമിഴിന്റെ പെട്ടിക്കയുടെ പുറകില് ഒരു സാധനം വന്ന് പെട്ടിട്ടുണ്ട്. പുതിയതാ, 10-18 വയസ്സ് വരും. ഒരു പാവാടാ. നിനക്ക് വേണമെങ്കിൽ ഒന്ന് പോയി നോക്കിച്ചു. ഓ വേണ്ട, ഞാൻ പോട്ടെ. കിട്ടിയോടാ? ആ കിട്ടി. കൈക്കൂലിയുടെ നിരക്ക് കൂട്ടി. ഇപ്പൊ എല്ലാം പണ്ടത്തിന്റെ ഡബിളാ. ഇവന്റെ മക്കൾ അനുഭവിക്കും. ഓ പിന്നെ കൈക്കൂലി ഇല്ലാത്ത എവിടെയാ? എല്ലായിടത്തും. വാങ്ങിച്ചോട്ടെ, ഒരു മര്യാദ വേണ്ടേ? ഇപ്പൊ അവരൊക്കെയാ നന്നാവണേ, കള്ളന്മാരും ചതിയന്മാരും ഒക്കെ. ഇപ്പൊ അവരുടെ കാലമാണ്. ഗോവിന്ദാശാനെ, ആശാനെ, ഗോവിന്ദാശാനെ, ആശാനെ, ഞാന് പപ്പനാവനോ? നമുക്ക് സംസാരിക്കാലോ. വെട്ടിയൊക്കെ ഞാനിത്തിരി പണിയിലായിരുന്നു. മുറ്റത്ത് മുഴുവൻ പുല്ല. ഇരിക്കെ രാധേ, രാധേ ഇരിക്കെ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കുറേ നാളായാലോ കണ്ടിട്ട്. എന്താ അച്ഛാ? ദേവിയുടെ അച്ഛനാ കുടിക്കാൻ തന്നെ എടുക്ക. മധുരം വേണ്ട, എനിക്ക് പഞ്ചാരയുടെ അസുഖമുണ്ട്. അപ്പൊ അച്ഛനും മോനും ഒരേ അസുഖമാണല്ലോ. ഇല്ല, അവനില്ല. അത് അസൂയക്കാര് പറയണതാ. എനിക്കുണ്ട്. ആയ കാലത്ത് ഇഷ്ടം പോലെ മധുരം കഴിച്ചിട്ടുള്ളതാ. അതറിയാം. ഇപ്പൊ ഡയറ്റ് കൺട്രോളാ. വീട്ടിൽ ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും ഞാൻ കഴിക്കില്ല. അത് കഴിക്കാതെ 10-12 കൊല്ലായാലോ. പിന്നെ വൈഫ് നിർബന്ധിച്ചാൽ നല്ല നാടൻ കോഴി ഫ്രൈ ചെയ്തതാണെങ്കിൽ ഒരു പീസ് കഴിക്കും. ബ്രോയിലർ പറ്റില്ല. ഏയ്, അതുപോലെ മദ്യപാനം ഇല്ല. തലയൂരാൻ പറ്റാത്ത കമ്പനിയാണെങ്കിൽ 1 ഗ്ലാസ് ബിയറും 50 ഗ്രാം അണ്ടിപ്പരിപ്പും. ആ ഉവ്വ് ഉവ്വ്. പിന്നെ എന്റെ രവിയും ഗോവിന്ദന്റെ മോളും തമ്മിൽ ലവ് ആണോ? അല്ല, അത് മോനോട് ചോദിക്കുന്നതല്ലേ എളുപ്പം. അവൻ പറഞ്ഞു അവന് പല സ്ഥലത്തുനിന്നും ആലോചനകൾ വരുന്നുണ്ട്. ദേ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സർക്കിളിന്റെ മൂത്ത മോളുടെ ഒരാലോചന വന്നു. എന്താ കുട്ടിക്ക് കയ്യോ കാലോ കണ്ണോ വല്ലതും ഇല്ലാന്നുണ്ടോ? ഏയ്, കുട്ടിയൊക്കെ മിടുക്കി. സർക്കിളായാലും അയാളുടെ തറവാട് മോശ. എന്തായാലും ഭാഗ്യ ആശാന്റെ മോൾക്കാ. അവന്റെ അമ്മാവന് വേണ്ടപ്പെട്ട ബന്ധുക്കളെയും കൂട്ടി ഞാനൊരു ദിവസം വരാം. അതാ നല്ലത്. അല്ലെങ്കിൽ എന്റെ നാക്കിന് ഇത്തിരി ചൊറിച്ചിലുണ്ട്, അത് പിന്നെ പ്രശ്നമാവും. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ആ കാണിക്കണം. ആ മോളെ, അവിടെ മധുരം വേണ്ട. ആയ കാലത്ത് പല ചക്കരക്കുടങ്ങളിലും കൈയിട്ട് മധുരം കഴിച്ച് കഴിച്ച് മൂപ്പർക്ക് ഇപ്പൊ മധുരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയില. അല്ലേ പാപ്പനവ? അച്ഛനക്ക് കുടിക്കും. ഗ്യാസ് ഗ്യാസ്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഞങ്ങൾ വരുന്ന ദിവസം അറിയിക്കാം. അതിനിടയ്ക്ക് ഞാൻ വെറുതെ വരാം. നമുക്ക് വല്ല വർത്താനം പറഞ്ഞിരിക്കാലോ. ഓ സന്തോഷായി. പിന്നെ ആ ശ്രീധരനെ ഇതിൽ ഇടപെടുത്തണ്ട. സംസ്കാരം ഇല്ലാത്തവനാ. അതെ, അത് ഞാൻ തീരുമാനിച്ചോളാം. മതി മതി, തീരുമാനിച്ചാ മതി. വീട്ടിൽ വരുന്നവരെ കളിയാക്കാൻ എന്തിനാ? അത് മനസ്സിലാക്കാനുള്ള ബോധമില്ല ഞങ്ങൾക്ക്. എങ്ങനെയൊക്കെ ആയാലും രവിയേട്ടന്റെ അച്ഛനല്ലേ? ഓ രവിയേട്ടന്റെ അച്ഛൻ നിലവിട്ട് എന്നെ കൊണ്ടൊന്നും പറയണ്ട. എന്റെ ശ്രീധരന് സംസ്കാരമില്ല അത്ര ചേറ്റ. നമ്മുടെ കുഞ്ഞാലിക്കവിടെ അവൻ ഉറക്കം. പൂനെയിൽ 2 ദിവസം രാവും പകലും ഉറക്കം തന്നെയായിരുന്നു. എന്നാലും വണ്ടിയെ കയറിയ തൂങ്ങും. ഞാൻ ഒരു കാര്യം, ശ്രീധരേട്ടാ, ഇപ്പൊ തന്നെ ആവശ്യത്തിനായല്ലോ. ലോഡും വണ്ടി കൊണ്ട് പോകണ്ടല്ലേ? ചോറും വണ്ടി ആയാലെന്താ? ശ്രീധരനാണ് വളയം പിടിക്കുന്നതെങ്കിൽ വണ്ടി ശ്രീധരൻ പറയുന്ന പോലെ കേൾക്കണം. കേക്കും. നീ എടുക്കും. എന്ത് പറ്റി ശ്രീധരേട്ടന്? ഇങ്ങനെ തോന്നിയോണ ഒരു കുടി ഉണ്ടായിരുന്നില്ലല്ലോ. നാരായണു, നീ ചാരായം വിൽക്കാനിരിക്കുന്നോ അതോ കുടിക്കാൻ വരുന്നവരെ മുടക്കാനിരിക്കുന്നോ? നിന്റെ മോലാളി ഒന്ന്. നിനക്ക് ഈ ഷാപ്പി ജോലി വാങ്ങിച്ചു തരാൻ പറ്റുമെങ്കിൽ അത് കളയിക്കാനും എനിക്ക് പറ്റും. ശ്രീധരേട്ടനായതുകൊണ്ടാണ് ഞാൻ പറയണത്. അതിന് നീ എന്റെ ആരാ? നിന്റെ പെങ്ങളെ കെട്ടിട്ടൊന്നുമില്ലല്ലോ ഞാൻ. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു പോയി. ഇല്ലെങ്കിൽ കെട്ടിച്ചേരായിരുന്നു. അയ്യോ വേണ്ടായി, മതിയായി. നമ്മുടെ രവി എവിടെ? അവൻ അമ്മാന്റെ ചായക്കടയെ കാണും. അവൻ ജീവിക്കാൻ പഠിച്ചവൻ. ചായയും ചാരായം കുടിച്ചൊന്നും കാശ് കളയും.
പിന്നെ കുടിക്കണമെന്നുണ്ടെങ്കിൽ കണ്ടവരുടെ ഊസ് കിട്ടണം. നമുക്ക് എന്തോന്ന് നോക്കാൻ. എടാ നീ ദോശ ഉണ്ടാക്കാണോ അതോ ചിത്രം വരയ്ക്കുക? പ്രിയരേട്ടാ, വേണമെങ്കിൽ ഞാൻ ഓടിക്കാം. പഴയത് മുഴുവൻ നീ ഓടിച്ചല്ലേ, കുറേക്കോ ഞാൻ ഓടിച്ചോളാം. അവനെ പുറത്തുള്ള അവനത് മനസ്സിലാവില്ല. അവനത് പുറത്തുവിടും ചെയ്യും. എന്നാ തന്നെ വണ്ടി ഏതെങ്കിലും വണ്ടി വരുന്നതും വേഗം രക്ഷോട്ടോ. എല്ലാത്തോടും ഇടാൻ ഇന്നോടാ പറഞ്ഞു. അവിടെ ഇടാൻ ഇടാവില്ല. ഇനി ഇന്നോടാ പറഞ്ഞു അവിടെ നിൽക്കാൻ. ആരെയും വരുന്നതിന് മുമ്പ് പെട്ടെന്ന് വണ്ടി എടുക്കണം. വരും നടക്കുന്നു. അല്ല അതാ ഏതൊരു വണ്ടി അതുണ്ട്. കയറി വണ്ടി കയറി വണ്ടി ഇരിക്കും.